തൃശൂരിൽ ബി.ജെ.പി. സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച പോലീസുകാരന്റെ വിവരങ്ങൾ ഇനിയും പുറത്തുവിടാതെ അധികൃതർ. പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ബി.ജെ.പി. ഉൾപ്പെടെ ആവശ്യമുന്നയിച്ചിട്ടും ഇദ്ദേഹത്തിന്റെ വിവരങ്ങൾ അധികൃതർ രഹസ്യമായി സൂക്ഷിക്കുകയാണ്. ഉന്നത CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ് കരുതിക്കുട്ടി ഇദ്ദേഹം അക്രമം നടത്തിയതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. ഇന്നലെ ഉണ്ടായ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. 24 മണിക്കൂർ പിന്നിടുമ്പോഴും ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇന്ന് രാവിലെ ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ പ്രതിഷേധത്തിനിടെ നടത്തിയ പ്രതികരണം കൂടി നമുക്ക് കാണാം. ഒരു ജില്ലാ പ്രസിഡന്റിനെ പുറകിൽ നിന്ന് വന്ന് തലക്കടിക്കുകയാണ്. ഒരു ലാത്തി ചാർജിലല്ല, ഒരു പ്രകോപനത്തിലല്ല, ഒരു കല്ലേറിലല്ല, ഒന്നുമല്ല. മനഃപൂർവ്വം കാക്കിക്കുള്ളിലെ ഒരു സഖാവ് ആ ജില്ലാ പ്രസിഡന്റിന്റെ തലക്കടിച്ചിരിക്കുകയാണ്. ചെറിയ കാര്യമല്ല. ഇന്നലെ ഒരു പ്രകോപനവുമില്ലാതെ ക്രൂരമായ മനുഷ്യാവകാശ ലംഘനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് അവർക്കെതിരായ ശക്തമായ നിയമ നടപടിയെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും സാനു കെ സജീവ് ചെയ്യുന്നു. സാനു, ഇന്നലെ നമ്മൾ കണ്ടതാണ്, ഇന്നലെ ബി.ജെ.പി. നടത്തിയ മാർച്ചിനിടെ ബി.ജെ.പി. സിറ്റി ജില്ലാ അധ്യക്ഷനെ തലയ്ക്ക് ലാത്തി കൊണ്ട് അടിക്കുന്ന ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ആ ലാത്തി പ്രയോഗത്തിനിടയിൽ അല്ലെങ്കിൽ തലയ്ക്ക് അടിക്കുന്ന ആ സമയത്ത് തന്നെ ലാത്തി ഒടിഞ്ഞു പോവുകയും ചെയ്തു. ഇത്രയും ക്രൂരമായ ലാത്തി ചാർജ് നടത്തി അല്ലെങ്കിൽ ഇതേപോലെ തലയ്ക്ക് അടിച്ച ആ പോലീസുകാരൻ ആരാണ് എന്നുള്ള കാര്യം പുറത്തു വിട്ടിട്ടില്ല. അത് വളരെ രഹസ്യമായി സൂക്ഷിക്കുകയാണ്. അപ്പോൾ ഉന്നതരുടെ അറിവോടെ വളരെ കൃത്യമായി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പോലീസ് നടത്തിയ നീക്കം ആണ് ഇത് എന്ന് വ്യക്തമല്ലേ സാനു കെ സജീവ്? വിനോദ്, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു സംഘർഷമുണ്ടായാലേ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു അക്രമം ഉണ്ടായിട്ട് 24 മണിക്കൂറിനോളം അടുക്കുമ്പോഴും ആരാണ് ആ കൃത്യം ചെയ്തതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലാതെ അല്ലെ വ്യക്തത വരുത്താതെ ആളെ പുറത്ത് അറിയിക്കാതെ പോലീസ് അത് ഒതുക്കി തീർക്കുന്നു എന്നാണ് ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത്. അതായത് അല്പം മുമ്പ് നമ്മൾ സ്പെഷ്യൽ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴേക്കും ആ ഉദ്യോഗസ്ഥർ പറയുന്നതും ഇത്രയും പോലീസുകാരില്ലേ, ആരാണ് അത് ചെയ്തതെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല എന്നുള്ളതാണ്. അതായത് ആരാണ് ചെയ്തതെന്നും ആരെ കൊണ്ടാണ് അത് ചെയ്യിപ്പിച്ചതെന്നും ഒക്കെ സ്പെഷ്യൽ ബ്രാഞ്ചിനടക്കം കൃത്യമായിട്ട് വിവരമുണ്ട്. അത് കൃത്യമായിട്ട് അവർക്കറിയാം. ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ ജനം TV-യുടെ പുറത്ത് വന്നതാണ്. അത് ജനങ്ങൾ മൊത്തം അത് ഏറ്റെടുത്തതാണ്, കണ്ടതാണ് ആ ഭീകരമായിട്ടുള്ള ദൃശ്യം. അപ്പോൾ ഇത് പോലീസും കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചും കണ്ടിട്ടുണ്ട്. ഇവരെല്ലാവരും ഇത് കണ്ട ദൃശ്യങ്ങളാണ്. ആരാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിലും കൃത്യമായിട്ട് പോലീസിന് വ്യക്തതയുണ്ട്. എന്നാൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനോ അദ്ദേഹത്തിന് നിയമപരമായിട്ട് എടുക്കേണ്ട നിയമ നടപടികൾ എടുക്കാതെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ, ഈ ഒരു അക്രമം നടക്കുന്നത് ചേറൂരുള്ള സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് CPM തൃശ്ശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടത്തുന്നു. ആ മാർച്ചിൽ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിന് നേരെ അക്രമം ഉണ്ടാകുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ പ്രതിഷേധം എന്ന നിലയിൽ BJP-യുടെ ഭാഗത്ത് നിന്ന് BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കായിരുന്നു ആ പ്രതിഷേധ മാർച്ച്. ആ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുന്നതിന് 250 മീറ്റർ മുൻഭാഗത്തായിട്ട് ഈ പോലീസ് മാർച്ച് തടയുകയും തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. ഈ പ്രതിഷേധത്തിനിടയിലാണ് ഈ റോഡിൽ ബന്ദോബസ്താക്കിയിരുന്ന പോലീസിന്റെ പിന്നിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെത്തി ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ജസ്റ്റിൻ ജേക്കബിന്റെ തലയിലേക്ക് ലാത്തി കൊണ്ട് അടിക്കുകയുണ്ടായത്. അതായത് ഒറ്റയടിക്ക് ലാത്തി ഒടിയുന്ന ദൃശ്യങ്ങൾ നമ്മളെ ഏറെ അമ്പരപ്പിക്കുന്നതാണ്, ഏറെ ഭീതി വരുത്തുന്ന ആ ഒരു ദൃശ്യങ്ങളാണുള്ളത്. എന്തായാലും ഈ അടിയിൽ പരിക്കേറ്റിട്ടുള്ള BJP-യുടെ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ അധ്യക്ഷൻ അശ്വിനി ആശുപത്രിയിലെ തൃശ്ശൂർ ചികിത്സയിലാണ്. ഇന്നലെ വൈകിട്ട് അദ്ദേഹത്തിന് MRI സ്കാനുകൾ അടക്കം നടത്തി ഇപ്പോൾ നിലവിലും അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ 24 മണിക്കൂർ ഈ അക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ അക്രമം നടത്തിയിട്ട് 24 മണിക്കൂർ തികയുമ്പോഴും ആളാരാണെന്നുള്ള കാര്യം വ്യക്തമാക്കാതെ പോലീസ് അത് ഒളിപ്പിച്ചു വയ്ക്കുന്നത് തന്നെ ചില ഗൂഢലക്ഷ്യങ്ങളുടെ ഭാഗമാണ്, കാലേക്കൂട്ടി കരുതി ചെയ്ത പ്രവൃത്തിയുടെ ഭാഗമെന്ന് തന്നെ വേണം നമുക്ക് കരുതാനായിട്ട്. ഒപ്പം തന്നെ BJP ജില്ലാ അധ്യക്ഷന് നേരെ അക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ അടി നടത്തിയതിന് തൊട്ട് പിന്നാലെ പിൻവലിയുന്ന ഒരു ദൃശ്യവും നമ്മൾ കണ്ടിരുന്നു. അതായത് അവിടെ നിന്ന് മാറി തൊട്ട് സമീപത്ത്, അതായത് BJP-യുടെ മാർച്ചിനെ നേരിടാനായിട്ട് CPM പ്രവർത്തകർ CPM ഓഫീസിൽ നിന്ന് സംഘടിച്ചെത്തിയിരുന്നു. അവർക്കിടയിലേക്കാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പോയത്. അപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള പിന്തുണയും ആ പോലീസ് ഉദ്യോഗസ്ഥനും ഒപ്പം തന്നെ അത് മറച്ചു വയ്ക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും 24 മണിക്കൂറിനോളം അടുക്കുന്നു, അതിലൊരു വ്യക്തതയില്ല. ഒപ്പം തന്നെ ഇന്ന് BJP-യുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ആ പ്രതിഷേധ മാർച്ചിൽ ജില്ലാ അധ്യക്ഷൻ
ജില്ലാ അധ്യക്ഷനെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ഈ അക്രമം നടത്തിയ ആൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഈ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടത്. ഒപ്പം ശോഭാ സുരേന്ദ്രനും ഇത് ആവർത്തിക്കുകയും ചെയ്തു. അതായത് സാധാരണ നിലയിൽ ഇത്തരം അക്രമങ്ങൾ ഇത്തരം നടപടികളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറ് മാർച്ചിൽ പോലീസ് ലാത്തിചാർജ് നടത്തുമ്പോഴാണ്. ഒപ്പം തന്നെ ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാവുന്ന സമയങ്ങളിലാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. ഇത് വളരെ സമാധാനപരമായിട്ട് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന വേളയിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ വലിയൊരു അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 24 മണിക്കൂർ തികയുമ്പോഴും നടപടിയെടുക്കാത്ത പോലീസ് ഈ CPM വേണ്ടി CPM യൂണിയനിൽപ്പെട്ട ഇടത് യൂണിയനിൽപ്പെട്ട ആ പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തിടുക്കമാണ് കാണിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് മറച്ചു വയ്ക്കുന്നു. അതേപോലെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഇത് മറച്ചു വയ്ക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP നിയമ നടപടി സ്വീകരിക്കുമെന്നും മുൻ സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വിനോദ്, സാനു, അതേപോലെ തന്നെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആ ലാത്തി കൊണ്ട് തലക്കടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം മാസ്ക് കൊണ്ട് മുഖം മൂടിയിട്ടുണ്ട്. അതിന് മുകളിലൂടെയാണ് ഹെൽമറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ മാസ്ക് കൊണ്ട് മുഖം മറച്ച് കൃത്യമായി ലാത്തി കൊണ്ട് തലക്കടിക്കുന്ന ദൃശ്യം, ആ ഒടിഞ്ഞ ലാത്തി ഏത് പോലീസുകാരൻ്റെ കയ്യിലാണ് എന്ന് നോക്കിയാൽ തന്നെ കൃത്യമായി അറിയാൻ കഴിയും. അദ്ദേഹത്തെ പുറകോട്ട് മറ്റ് സഹപ്രവർത്തകർ മാറ്റിക്കൊണ്ട് പോകുന്നതും നമ്മുടെ ദൃശ്യങ്ങൾ വ്യക്തമാണല്ലോ സാനു. തീർച്ചയായിട്ടും വിനോദേ, അതായത് പോലീസിന്റെ ഇന്ന് നമ്മൾ വിളിച്ച് സംസാരിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന ആരാണ് ജില്ലാ അധ്യക്ഷൻ എന്ന് സാധാരണ വരുന്ന നിലയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയില്ലല്ലോ എന്നാണ് അവർ ന്യായീകരണമായിട്ട് അവരുടെ ഭാഗത്തു നിന്നൊക്കെ നിർത്തുന്നത്. എന്തായാലും ജില്ലാ അധ്യക്ഷനാണ് ആ മാർച്ചിന് നേതൃത്വം നൽകിയത്. അത് മാർച്ച് അവിടെ പോലീസ് തടഞ്ഞതിന് ശേഷം പ്രവർത്തകരെ സംയമനത്തോടുകൂടി ഇരിക്കാൻ വേണ്ടി നമുക്കിപ്പം BJP എറണാകുളം മേഖലാ പ്രസിഡന്റ് നാഗേഷ് കൂടി ചേരുന്നു. നാഗേഷ്, സ്വാഗതം. നമ്മൾ ഇന്നലെ ഈ ദൃശ്യങ്ങൾ ജനൻ TV ആണ് കൃത്യമായി ദൃശ്യം ജനങ്ങളിലേക്ക് എത്തിച്ചത്. അതായത് അവിടെ സ്റ്റേഷൻ മാർച്ച് നടത്തിയ പ്രവർത്തകർക്കിടയിൽ നിന്ന് ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ തലയ്ക്ക് ലാത്തി കൊണ്ടടിക്കുന്നു. ആ ലാത്തി ഒടിഞ്ഞു പോകുന്ന തരത്തിൽ അത്ര മാരകമായ പ്രഹരമാണ് പോലീസ് നടത്തിയത്. എന്നിട്ട് ആ പോലീസ് ആരാണ് എന്ന് വ്യക്തമാക്കാൻ തയ്യാറാകുന്നില്ല. ആ പോലീസ് ഉദ്യോഗസ്ഥൻ കൃത്യമായി മാസ്ക് കൊണ്ട് മുഖം മറച്ചിട്ടുണ്ട്. ഒടിഞ്ഞ ലാത്തിയുമായി അദ്ദേഹത്തെ പിന്നിലേക്ക് മറ്റു പോലീസുകാർ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത് കൃത്യമായി ആസൂത്രണം ചെയ്തുള്ള അക്രമം. അങ്ങനെ തന്നെ വേണ്ടേ ഈ പോലീസിന്റെ നരനായാട്ടിനെ കാണാൻ ശ്രീ നാഗേഷ്? വളരെ ആസൂത്രിതമായി പോലീസും CPM ചേർന്ന് നടത്തിയിട്ടുള്ള നാടകമാണ് ഇന്നലെ അരങ്ങേറിയത്. ഈ സമയം വരെ BJPയുടെ ജില്ലാ അധ്യക്ഷനടക്കം BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ മൃഗീയമായി തല്ലി പരിക്കേൽപ്പിച്ച് പിന്നിൽ നിന്ന് വന്ന് ലാത്തി കൊണ്ടടിക്കുകയും ആ ലാത്തി ഒടിഞ്ഞ് ആ പോലീസുകാരനെ കൃത്യമായി മനസ്സിലാക്കിയിട്ടും അദ്ദേഹത്തിനെതിരെ ഒരു ചെറുവിരലനക്കാൻ അധികാരി വർഗം തയ്യാറായിട്ടില്ല. വളരെ CPMന്റെ ഒത്താശയ്ക്ക് വേണ്ടി CPMന്റെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി വളരെ ആസൂത്രിതമായി നടത്തിയിട്ടുള്ള നീക്കമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നിയമ നടപടി സ്വീകരിക്കാൻ ഇതുവരെ തയ്യാറാകാത്ത സാഹചര്യത്തിൽ അതിനുവേണ്ടി കർശനമായ ജനകീയ പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും. CPMനോട് ചേർന്ന് തൃശൂർ ജില്ലയിൽ പോലീസ് നടത്തുന്ന ഗുണ്ടാവിളയാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോലീസുകാരനെതിരെ നടപടി സ്വീകരിക്കുന്നത് വരെ പ്രതിഷേധവും നിയമ പോരാട്ടവും BJP തുടരും. അങ്ങനെ തന്നെയല്ലേ കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും അടക്കമുള്ള നേതാക്കൾ ഇന്ന് വ്യക്തമാക്കിയത്? നാഗേഷ്, യാതൊരു സംശയവും വേണ്ട. ഇത് നിയമപരമായിട്ടുള്ള പോരാട്ടവും മറ്റ് ജനകീയ പ്രക്ഷോഭവും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും. ഭാരതീയ ജനതാ പാർട്ടി CPMന്റെ ആധിപത്യമുള്ള 6 മണ്ഡലങ്ങളടക്കം മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി 75,000 വോട്ടിനടുത്താണ് BJP സ്ഥാനാർത്ഥി വിജയിച്ചത്. അത് വിറടി പൂണ്ട സഖാക്കള് ആ പരാജയത്തെ പരിശോധിക്കാൻ തയ്യാറാകാതെ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ കള്ളപ്രചരണം നടത്തുന്ന കാഴ്ചയാണ് തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും BJPയെ നേരത്തെ പറഞ്ഞ പോലീസിനെ കൊണ്ടും CPMനെ കൊണ്ടും തകർക്കാനുള്ള വ്യാമോഹം ഒരു കാരണവശാലും നടപ്പാവില്ല. ജനകീയ പ്രക്ഷോഭത്തിനും അതുപോലെ തന്നെ നിയമ പോരാട്ടത്തിനും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കും. വളരെയധികം നന്ദി നാഗേഷ്. BJP മേഖല അധ്യക്ഷനാണ് ഇപ്പോൾ പ്രതികരിച്ചത്. സാനു, ഇവിടെ BJP നേതാവ് സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ആസൂത്രിതമായ അക്രമമാണ് BJP ജില്ലാ അധ്യക്ഷന് നേരെ ഉണ്ടായത്. ലാത്തി കൊണ്ട് തലക്കടിച്ച ലാത്തി ഒടിയുന്ന സാഹചര്യം, ആ പോലീസുകാരനെ സംരക്ഷിക്കുന്ന സഹപ്രവർത്തകർ, ഹെൽമറ്റിനുള്ളിൽ മാസ്കും ധരിച്ച് എത്തുന്ന അജ്ഞാത പോലീസുകാരൻ ആര്,
ആ കൃത്യം നിർവഹിച്ച പോലീസുകാരൻ ആര് എന്നുള്ള വിവരം ഒരു ദിവസം പിന്നിട്ടിട്ടും പോലീസുകാർ പുറത്തുവിടുന്നില്ല. അതുതന്നെയാണ്, അതായത് ഈ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടക്കുമ്പോഴത്തേക്കും സാധാരണ നിലയിൽ അവർ ചെയ്യാറുള്ളത് പോലെ ഇതിനു മുൻപും പോലീസുകാർ കാട്ടിക്കൂട്ടാറുള്ള ആ നടപടികളുടെ ഭാഗം തന്നെ ഇവിടെയും തൃശ്ശൂരിലും ആവർത്തിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നെയിം പ്ലേറ്റ് ധരിച്ചിരുന്നില്ല, ഒപ്പം തന്നെ മാസ്ക് ധരിച്ചിട്ടുണ്ട്, ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. ആ ഹെൽമെറ്റിൻ്റെ ഗ്ലാസും താഴേക്ക് ഇറക്കി വെച്ചിരിക്കുന്നു. അതായത് ഒരു തരത്തിലും അക്രമം നടത്തിയത് ആരാണെന്ന് തിരിച്ചറിയാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്നലെ BJPയുടെ ജില്ലാ അധ്യക്ഷന് നേരെ ഇത്തരത്തിലുള്ള പോലീസിൻ്റെ ഒരു ക്രൂരകൃത്യം അല്ലെങ്കിൽ അതിക്രൂരമായിട്ടുള്ള ഒരു അക്രമം നടത്തിയിട്ടുള്ളത്. ആ ഒറ്റയടിയിൽ ആ ലാത്തി ഒടിഞ്ഞു പോകണമെങ്കിൽ അത് എത്രത്തോളം ആഘാതം ആ ജസ്റ്റിൻ ജേക്കബിൻ്റെ തലയ്ക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. ആ ഒരു വലിയൊരു ശബ്ദം പോലും അത്രയും അധികം ഉറക്കെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ ആ ജില്ലാ അധ്യക്ഷൻ്റെ തലയിലേക്ക് അടിക്കുന്ന ആ ഒരു ശബ്ദം പോലും നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുമെങ്കിൽ അത് എത്രത്തോളം ആഘാതം അദ്ദേഹത്തിൻ്റെ തലയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, എത്രത്തോളം ആയത്തിലായിരിക്കും ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ കൃത്യം നടത്തിയിട്ടുണ്ടാവുക എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അതേപോലെ തന്നെ പോലീസ് അക്കാദമി, തൃശ്ശൂരിലെ പോലീസ് അക്കാദമി അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അസോസിയേഷൻ, അതായത് ഇടത് യൂണിയന്റെ വലിയ പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് തുടർച്ചയായിട്ട് കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിനെ അടക്കം അധിക്ഷേപിച്ചുകൊണ്ട് ഈ അക്കാദമിയിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം പോസ്റ്റുകളൊക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇടാറുള്ളത്. അത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ചേരി തിരിഞ്ഞുള്ള പ്രവർത്തനം നടത്തുന്ന വേളയിലാണ് ഇത്തരത്തിലുള്ള ഈ അക്രമങ്ങൾ തുടർച്ചയാവുന്നത്, അല്ലെ തുടർക്കഥയായി വരുന്നത്. അങ്ങനെ നോക്കുമ്പോഴേക്കും ഇത് പതിവായിട്ട് ചെയ്യുന്ന പ്രവർത്തനം, ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും ഈ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പ്രവർത്തനവും ഉണ്ടാവുക, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അക്രമം നടത്തിയിട്ടുണ്ടാവുക എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുമെന്ന് BJP ഒരു ഭാഗത്ത് പറയുന്നുണ്ടെങ്കിലും 24 മണിക്കൂർ തികയുമ്പോഴും ആ സംഘർഷമുണ്ടാക്കിയ, അത്തരത്തിൽ അക്രമം ഉണ്ടാക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ ആരെന്നുള്ള ചോദ്യം ഇപ്പോഴും പുറം ലോകത്ത് നിൽക്കുകയാണ്. ആരാണ് ഈ ഉദ്യോഗസ്ഥൻ എന്നുള്ള കാര്യത്തിൽ വ്യക്തത തരാൻ പോലീസ് തയ്യാറായിട്ടില്ല, സ്പെഷ്യൽ ബ്രാഞ്ച് തയ്യാറായിട്ടില്ല. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള പോലീസിന്റെ ഒരു ഭാഷ്യം, അതായത് ഇത്രയും അധികം പോലീസുകാർ വരുന്നതല്ലേ, അതിൽ ആരാണ് ഇത് ചെയ്തതെന്ന്, എത്ര പോലീസുകാരുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തങ്ങൾക്ക് ഒരു കൃത്യതയില്ല എന്നാണ് പോലീസുകാർ ഈ വളരെ ലാഘവത്തോടു കൂടി ആ വിഷയത്തെ ലഘൂകരിച്ചുകൊണ്ട് ന്യായീകരണമായി നിർത്തുന്നത്. അതായത് ഒരു അക്രമം ഉണ്ടാകുമ്പോൾ, ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അവിടെ ഏതൊക്കെ പോലീസുകാരാണ് സാധാരണ നിലയിൽ ഡ്യൂട്ടിക്ക് പോവുക, അവർ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഡ്യൂട്ടിയിൽ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ പോലും പോലീസിന് കൃത്യതയില്ലെങ്കിൽ എത്രത്തോളം ആഭ്യന്തര വകുപ്പ് തകർന്നിട്ടുണ്ട് എന്നും നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഇത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത് ആഭ്യന്തര വകുപ്പിലെ അല്ലെങ്കിൽ ഈ പോലീസ് സേനയ്ക്ക് CPMന്റെ ഭാഗമായിട്ടുള്ള പോലീസ് മാത്രമേ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കൂ, അല്ലെ കാണാൻ സാധിക്കുകയുള്ളൂ. അത് എന്തായാലും ഇത്തരത്തിലുള്ള അക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാടാണ് അവിടെ നിന്നിരുന്ന 3 ഉദ്യോഗസ്ഥ ഭാഗത്തുണ്ടായതെന്നും ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അതായത് തലക്കടിച്ചതിന് ശേഷം തൊട്ടു പിന്നാലെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ മുദ്രാവാക്യം വെളിയിട്ടെത്തുന്ന സമയത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥനെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതും ഈ മുതിർന്ന ഉദ്യോഗസ്ഥരാണ്. ഈ പ്രവർത്തകരെ തടുത്തു നിർത്തുന്നതും ഈ മുതിർന്ന ഉദ്യോഗസ്ഥരാണ്. അന്നപ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി, മൗനാനുവാദത്തോടു കൂടി, അല്ലെങ്കിൽ പാർട്ടിയുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കണം ഒരു ഈ അക്രമം നടത്തിയിട്ടുണ്ടാവുക. പാർട്ടി തന്നെ അല്ലെങ്കിൽ പോലീസിലെ ഇടത് യൂണിയൻ തന്നെ ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാട് ഇപ്പോഴും തുടരുകയാണ്. വിനോദ്, വ്യക്തമാണ്. BJP തൃശ്ശൂരിൽ ഇന്നലെ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിനിടെയാണ് BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ തലക്കടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ആര് ആണ് എന്നുള്ള വിവരം പോലീസുകാർ മറച്ചുവെക്കുന്നത്. തലക്കടിച്ച ലാത്തി ഒടിയുന്ന അത്ര വലിയ പ്രഹരമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതും BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷന്റെ തലയ്ക്കാണ് അടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഈ നടപടിക്കെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് BJP വ്യക്തമാക്കിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്നും സാനു കെ സജീവ്.